കേരളത്തിന്റെ വനനിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും വനം വകുപ്പും സർക്കാരും അടിയന്തരമായി പിന്മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച ചെറുതോണി PS നെപ്പോളിയൻ നഗറിൽ നടന്ന കർഷക സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഗസറ്റിലൂടെ തിരക്കിട്ടുള്ള നിയമ ഭേദഗതി അംഗീകരിക്കുവാനാകില്ല. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് നേരിട്ട് കേസെടുക്കുവാനും കേസ് അന്വേഷിക്കുവാനും അവർ ലക്ഷ്യം വെക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുവാനും അവരുടെ വീടും ഭൂമിയും വാഹനവും പരിശോധിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭേദഗതിയുടെ കരട് രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. പോലീസിന്റെ അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുന്ന തരത്തിലാണ് പുതിയ നിയമ ഭേദഗതി ഉള്ളത്. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ലെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ 6 ലക്ഷത്തിൽ പരം വരുന്ന കുടുംബങ്ങളെയും 33 വില്ലേജിലെ ജനങ്ങളെയും സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന, വലിയ പ്രതിസന്ധി കാർഷിക മേഖലയിലെ കൃഷിക്കാർക്കുണ്ടാക്കുന്ന, നമ്മുടെ ജില്ലയിലെ മുന്നോട്ടുള്ള പോക്കിന് വലിയ തടസ്സമുണ്ടാക്കുന്ന, നമ്മുടെ ജില്ലയിലെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഇടക്കാല വിധിയുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയടക്കമുള്ള സംഘടനകൾ കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. കിസാൻ സഭ മാത്രമല്ല, എല്ലാവരും ആ കാര്യത്തിൽ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെടുകയുണ്ടായി. കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം ജോയി വടക്കേടം അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ MK പ്രിയൻ സ്വാഗതം ആശംസിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്, ജില്ലാ സെക്രട്ടറി TC കുര്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി കർഷക സംഘടനാ നേതാക്കളായ റോമിയ സെബാസ്റ്റ്യൻ, ജോയി വർഗീസ്, ബിജു ഐക്കര, സിനോജ് വള്ളാടി, ജോസഫ് കടവൻ, TJ റോബിൻസ്, സജി പെരുമ്പള്ളി, CP എബ്രാഹിം, വിൻസെന്റ്, PT സദാശിവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.